അത് മറച്ചു വെക്കുന്നതിന് പകരം മലപ്പുറത്തെ ജനങ്ങൾ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന ധ്വനി ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഹിന്ദു പത്രത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വളരെ ഗൗരവമുള്ളതാണ്. മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയെ ഒറ്റപ്പെടുത്താനും അവിടുത്തെ ജനങ്ങൾ കള്ളക്കടത്തിനും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തിനും ഒക്കെ കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂ അദ്ദേഹം ചെയ്തത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായി പോയി. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മലപ്പുറത്തെ ജനങ്ങളാണോ ഈ കള്ളക്കടത്ത് മുഴുവൻ നടത്തുന്നത്? എയർപോർട്ട് മലപ്പുറത്തായി എന്ന് കരുതി അവിടുത്തെ ജനങ്ങളാണോ ഈ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലൊക്കെ നടത്തുന്നത്? യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അത് മറച്ചു വെക്കുന്നതിന് പകരം മലപ്പുറത്തെ ജനങ്ങൾ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന ധ്വനി ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ കൊച്ചിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നില്ലേ? തിരുവനന്തപുരത്ത് നടക്കുന്നില്ലേ? മറ്റ് സംസ്ഥാനങ്ങളിൽ എയർപോർട്ടുകളിൽ നടക്കുന്നില്ലേ? അതൊരു ദേശവിരുദ്ധ പ്രവർത്തനമാണ്. ആ ദേശവിരുദ്ധ പ്രവർത്തനത്തെ ദേശവിരുദ്ധ പ്രവർത്തനമായി കണ്ട് നേരിടുന്നതിന് പകരം മലപ്പുറം ജില്ലയെ പ്രത്യേകമായും മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും ആക്ഷേപിക്കത്തക്ക തരത്തിൽ അദ്ദേഹം ഈ പ്രസ്താവന കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. പൊളിറ്റിക്കൽ അജണ്ട മുഖ്യമന്ത്രിക്കാണുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വോട്ട് കിട്ടാതെ വന്നതുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് പൊളിറ്റിക്കൽ അജണ്ട. അതിന് മതന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുക, മലപ്പുറം പോലുള്ള ജില്ലകളെ ആക്ഷേപിക്കുക, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്, ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഒരു അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ അജണ്ട എല്ലാവർക്കും ബോധ്യപ്പെടും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഫിസിലൗട്ട് ചെയ്തു പോയി, പരാജയപ്പെട്ടു പോയി എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ മലപ്പുറം പരാമർശം. അതെല്ലാവർക്കും ബോധ്യപ്പെട്ട ഇത് രാഷ്ട്രീയ അജണ്ടയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ അപമാനിക്കത്തക്ക നിലയിൽ പ്രസ്താവനകൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്.